പാനിക് അറ്റാക്ക് വരുമ്പോൾ ബി പി കൂടുന്നത് സ്വാഭാവികമാണ്. ടെൻഷൻ അടിച്ചാൽ സ്വാഭാവികമാണ്. മറ്റുള്ളവരോട് ദേഷ്യപ്പെട്ടാൽ ബി പി കൂടുന്നത് സ്വാഭാവികമാണ്. മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇവിടെയെല്ലാം പാനിക് അറ്റാക്ക് വരുമ്പോഴും പാനിക് ഡിസോർഡർ വരുമ്പോഴും ആങ്സൈറ്റി ഡിസോർഡർ ഉള്ള സമയത്തും നമുക്ക് ടെൻഷൻ കൂടുമ്പോഴുമെല്ലാം ബി പി കൂടുന്നുണ്ട്. പക്ഷേ ഈ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് സിൻഡ്രോം ട്രിഗർ ആവുന്നത് കൊണ്ട് നമ്മുടെ ബി പി കൂടുന്നുണ്ട്. പക്ഷേ മനസ്സിലാക്കേണ്ടത് എന്താ? നമ്മളൊന്ന് റിലാക്സ് ആയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ ബി പി തിരിച്ചു വരും, നോർമലാവും. വളരെ സിമ്പിളായി പറഞ്ഞാൽ ഇതുവരെ ഒരു ശാസ്ത്രീയമായ പഠനവും ഈ വിഷയത്തെ തെളിയിക്കത്തക്ക രീതിയിൽ ചെയ്യപ്പെട്ടിട്ടില്ല. എന്താണ്? ഈ പാനിക് അറ്റാക്കും പാനിക് ഡിസോർഡറും ആങ്സൈറ്റി ഡിസോർഡറും ബി പി എന്ന് പറഞ്ഞ ശാരീരിക അസുഖം, അസ്വസ്ഥത, ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കേണ്ടതായിട്ടുള്ള ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞ സാഹചര്യം മനുഷ്യന്മാർക്ക് ഉണ്ടാക്കുവാൻ ഈ പാനിക് അറ്റാക്കും പാനിക് ഡിസോർഡറും ആങ്സൈറ്റി ഡിസോർഡറും സ്ട്രെസ് ഡിസോർഡറും കാരണമാവും എന്ന രീതിയിലുള്ള 100% ഉറപ്പായിട്ട് ഒരു പഠനവും തെളിയിച്ചിട്ടില്ല.